മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് രണ്ടത്താണി. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 13 കിലോമീറ്ററും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 23 കിലോമീറ്ററും ദൂരമുണ്ട്. രണ്ടത്താണി പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളും വ്യത്യസ്ത പഞ്ചായത്തുകളിലായി ചിതറിക്കിടക്കുകയാണ്. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലും മറാക്കര പഞ്ചായത്തിലും എടരിക്കോട് പഞ്ചായത്തിലും ആദവനാട് പഞ്ചായത്തിലും കോട്ടക്കൽ പഞ്ചായത്തിലും പെട്ട പ്രദേശങ്ങൾ രണ്ടത്താണി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ വടക്ക് അത്താവരം മുതൽ തെക്ക് പാലത്തറ വരെയുള്ള പ്രദേശമാണ് രണ്ടത്താണി എന്ന് അറിയപ്പെടുന്നത്. പൊതുവെ ഒരു മുസ്ലിം പ്രദേശമായി രണ്ടത്താണി അറിയപ്പെടുന്നു. ധാരാളം ജുമാ മസ്ജിദുകളും മദ്രസകളും ഇവിടെ കാണുവാൻ പറ്റും. OK ഉസ്താദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് സെൻ്ററും ജാമിയ നുസ്രത്തുൽ ഇസ്ലാമും ഇർഷാദുൽ അമാൻ മദ്രസയും സ്ഥാപിച്ചിട്ടുള്ളത് രണ്ടത്താണിയിലാണ്. പണ്ട് ഇവിടെ ചുമട് താങ്ങുന്ന 2 അത്താണികൾ സ്ഥാപിച്ചിരുന്നു. കോട്ടക്കലും കൽപ്പഞ്ചേരിയിലും ഉണ്ടായിരുന്ന ചന്തകളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയാണ് ഈ അത്താണികൾ സ്ഥാപിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ പട്ടണത്തിന് രണ്ടത്താണി എന്ന പേര് വന്നത്. രണ്ടത്താണി പട്ടണത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ ഐക്കൺ അതിരുമട ഗുഹകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഈ ഗുഹ 2ആയി ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഗുഹ മണ്ണിട്ട് നികത്തിയതുകൊണ്ട് ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ധാരാളം റെസ്റ്റോറൻറ്റുകൾ രണ്ടത്താണി പട്ടണത്തിൽ ചിതറിക്കിടക്കുന്നു. അറേബ്യൻ ചില്ലി റെസ്റ്റോറൻറ്റും അറഫ റെസ്റ്റോറൻറ്റും ഈസ റെസ്റ്റോറൻറ്റും ദേ ചായ എന്ന ടീ ഷോപ്പും SR റെസ്റ്റോറൻറ്റും ഹോട്ടൽ സഭയും അങ്ങാടിയിൽ കാണുവാൻ പറ്റും. അനേകം സ്കൂളുകളും രണ്ടത്താണിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് UP സ്കൂളും നജാത്ത് പബ്ലിക് സ്കൂളും നുസ്രത്ത് ഹാദിയ അക്കാഡമിയും നുസ്രത്ത് സെക്കൻഡറി സ്കൂളും റഹ്മാനി ഇംഗ്ലീഷ് സ്കൂളും ഇവിടെയുണ്ട്. ധാരാളം ബസ് സൗകര്യമുള്ള ഒരു സ്ഥലമായി രണ്ടത്താണി അറിയപ്പെടുന്നു. KSRTC ബസ്സുകൾക്ക് പുറമെ ചെറിയ പ്രൈവറ്റ് ബസ്സുകളും ഇവിടെയുണ്ട്. അറിയപ്പെടുന്ന പല വ്യക്തികളും രണ്ടത്താണി സ്വദേശികളാണ്. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ സമദ് സമദാനി, ഇസ്ലാമിക പണ്ഡിതൻ ഹുസൈൻ രണ്ടത്താണി, ഗായകനായ ഹംസ രണ്ടത്താണി എന്നിവർ ഈ പട്ടണത്തിൻ്റെ സംഭാവനകളാണ്. രണ്ടത്താണി ഒരു ചെറിയ പട്ടണമാണെങ്കിലും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമായി അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് രണ്ടത്താണി പട്ടണം 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. പണ്ട് പഴമക്കാരുടെ ഓർമ്മയിലുണ്ടായിരുന്ന മനോഹരമായ രണ്ടത്താണി അപ്രത്യക്ഷമായിരിക്കുന്നു. നാഷണൽ ഹൈവേയുടെ 2 വശങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ വിഭജനം കൊണ്ട് വിഷമിക്കുന്ന ഒരു ജനതയുടെ സങ്കേതമായി ഇപ്പോൾ രണ്ടത്താണി മാറിയിരിക്കുകയാണ്. പട്ടണത്തിൻ്റെ മധ്യത്തിൽ കൂടി പോകുന്ന നാഷണൽ ഹൈവേ അക്ഷരാർത്ഥത്തിൽ രണ്ടത്താണിയെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിന് വമ്പിച്ച വളർച്ചയുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ദേശീയപാതയാണ് രണ്ടത്താണിയിൽ കൂടി കടന്നു പോകുന്നത്. എന്നാൽ രണ്ടത്താണി എന്ന ഗ്രാമത്തിൻ്റെ ഐഡന്റിറ്റി തന്നെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാമൂഹ്യ പ്രവർത്തകനായ ഫാസിൽ രണ്ടത്താണി മലബാർ മാഗസിനോട് നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് റോഡുമായിട്ട് പറയാന്നുണ്ടെങ്കിൽ വികസനം നല്ല വികസനം തന്നെയാണ്. യാത്ര ചെയ്യാനും നമുക്ക് പെട്ടെന്ന് ദൂരത്തേക്ക് എത്താനൊക്കെ ഭയങ്കര സുഖമായിട്ട് ഉപയോഗിക്കപ്പെടും. കാരണം ട്രാഫിക് ഇല്ലാതെ നമുക്ക് എത്തിപ്പെടാനൊക്കെ പറ്റും. പക്ഷെ ഏത് വികസനം വരുമ്പോഴും ആ നാടില് അവിടെ ഉള്ള ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടും കൂടെ നോക്കിയിട്ടാണ് വികസനം വരല്ലേ. ഇപ്പൊ നമ്മളവിടെ രണ്ടത്താണി അങ്ങാടിയില് 100 വർഷമായി ഒരു സ്കൂളുണ്ട്, 7ാം ക്ലാസ് വരെയുള്ള ഗവൺമെന്റ് സ്കൂൾ, UP സ്കൂൾ. ഇപ്പൊ 100 വർഷം ആയി. ആ ഒരു അങ്ങാടിയിൽ ഓപ്പോസിറ്റില് ഹോസ്പിറ്റലുണ്ട്. അതുപോലെ മാറാക്കര പഞ്ചായത്ത്, കൽപ്പകഞ്ചേരി പഞ്ചായത്ത്, രണ്ട് ഏരിയ ഇപ്പോൾ. അപ്പൊ എല്ലാ ടൗണിലും അവർക്ക് വാഹനം കടക്കാനുള്ള വഴി ഇല്ലെങ്കിൽ നടക്കാനുള്ള ഒരു വഴി സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മളെ മലപ്പുറം മണ്ഡലത്തിലായാലും ഇപ്പൊ ഇരുമ്പിൻചോല ലാസ്റ്റ് 3 മീറ്റർ ഹൈറ്റും 3 മീറ്റർ വീതിനും ജനങ്ങൾക്ക് കടക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ രണ്ടത്താണിയിൽ നമുക്ക് അങ്ങനെ ഒരു
വഴി കിട്ടിയിട്ടില്ല. അതും സമരങ്ങൾ, ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് വേണ്ടപ്പെട്ട സ്ഥലത്ത് അതിന്റെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ മിനിസ്റ്ററുമായിട്ട് കേന്ദ്രത്തിലാണ് ഇതിന്റെ എത്തിക്കണം. കേന്ദ്രത്തിന്റെ ഇപ്പൊ നാഷണൽ ഹൈവേ ഇന്ത്യ ആകുമ്പോൾ കേന്ദ്രത്തിലാണ് അതിന്റെ വർക്ക് നടക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഓപ്പൺ ആയിട്ടില്ല, റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇപ്പൊ നടന്നു പോണത് കുട്ടികളെ ഡ്രെയിനേജ് ഇട്ടിട്ടുണ്ട്. ആ ഡ്രെയിനേജിനുള്ളിൽ കൂടി മഴ ഇല്ലാത്ത പ്രയാസമാണ്. അവിടെ കണ്ടാൽ അറിയാം. കാരണം മഴവെള്ളം വരുമ്പോൾ നടക്കാൻ പറ്റില്ല. അല്ലാത്ത ടൈമിൽ അവർ അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നു പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.